ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നോക്കിയ ശ്ലോകത്തോടു കൂടി ജീവൻ മുക്തന്റെ ലക്ഷണങ്ങളും ജീവൻ മുക്തി എന്നുള്ള ആ ഭാഗവും ഒക്കെ ആചാര്യസ്വാമികൾ നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇനി വിദേഹമുക്തി എന്ന ആ ഭാഗത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആചാര്യര്. അതായത് മരണശേഷം ആ ജീവന് യാതൊരു വിധത്തിലുള്ള കർമ്മബന്ധവും വരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള മുക്തിയെക്കുറിച്ച് പറഞ്ഞു. അതാണ് ജീവൻ മുക്തൻ. എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇനി വിദേഹമുക്തി, ഈ ശരീരം വിട്ട ശേഷം ആ ജീവന് എന്താണ്, പിന്നീട് ജന്മമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിന്റെ ശ്ലോകം നമുക്ക് നോക്കാം. അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപകോടിശതാർജിതം സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത്. അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപകോടിശതാർജിതം സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത്. ഒരു ജീവൻ സ്ഥൂല ശരീരമെടുത്ത് ഈ ലോകത്തില് വ്യവഹാരം ചെയ്യണം എങ്കിൽ, നമ്മളെ പോലെ സ്ഥൂല ശരീരമെടുത്ത് ഇങ്ങനെ ലോകത്തിൽ വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അതിനുള്ള കാരണം കഴിഞ്ഞ ജന്മങ്ങളിലെ പാപപുണ്യങ്ങളാണ്. നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ വിശദമാക്കുന്നു ഇവിടെ. പാപപുണ്യങ്ങൾ, കഴിഞ്ഞ ജന്മങ്ങളിലെ പാപപുണ്യങ്ങളാണ് ഈ ജന്മത്തില് ഒരു ശരീരം ലഭിക്കാനും ഇങ്ങനെ ഈ ലോകത്തില് സംസാര സാഗരത്തില് ഇങ്ങനെ വ്യവഹരിക്കാനുമുള്ള കാരണം. ഈ ശരീരം കിട്ടാൻ പാപപുണ്യങ്ങളാണ് കാരണം. എല്ലാവരുടെ ശരീരത്തിന്റെയും കാരണം പാപപുണ്യങ്ങളാണ്. ഒരു കാരണവുമില്ലാതെ സുഖദുഃഖങ്ങൾ ഉണ്ടായാൽ ഈ പ്രപഞ്ചത്തിന് ഒരു വ്യവസ്ഥയും ഇല്ല എന്ന് വരും. വെറുതെ ഒരു കാരണവുമില്ലാതെ സുഖം ഉണ്ടാവുക ദുഃഖം ഉണ്ടാവുക അങ്ങനെ സംഭവിച്ചാൽ ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു വ്യവസ്ഥയും ഇല്ല എന്ന് പോകും. അങ്ങനെയല്ല ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലം ഉണ്ട്. ഏത് പ്രവൃത്തി ചെയ്താലും ഫലമുണ്ട്. അത് പാപമോ പുണ്യമോ ആകാം. സാധാരണ നിലയ്ക്ക് പാപമോ പുണ്യമോ ആകാം. ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അത് ആ രണ്ട് ഫലത്തെയും തരാതെ ഈശ്വരനിലേക്ക് നമ്മളെ എത്തിക്കുന്ന അതിനുള്ളൊരു വഴിയായി മാറും. ഒരു കർമ്മവും ഒരു പാപമോ പുണ്യമോ ഒന്നും ബാക്കി വരില്ല അവിടെ. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ നമ്മൾ തിരിച്ച് ചെല്ലും. ഭഗവാൻ ഞാൻ പരതായി തീരട്ടെ എന്നാണല്ലോ പ്രാർത്ഥിച്ചത്. അതാണ് ഈക്ഷത് എന്ന് പറയുന്നത്. അങ്ങനെ ആ പലതായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചപ്പോൾ ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മൾ. ആ അംശം വീണ്ടും ഭഗവാനിലേക്ക് തന്നെ വിലയിച്ച് നമ്മൾ ആ നമ്മുടെ ഒറിജിനൽ അവസ്ഥയില്, ആത്മാവസ്ഥയില് സ്ഥിതി ചെയ്യും. അപ്പോ പാപവും പുണ്യവും ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല. അപ്പൊ സുഖത്തിനും ദുഃഖത്തിനും കാരണം ഉണ്ട്. അതാണ് പാപമോ പുണ്യമോ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖത്തിനും ഒരു കാരണമുണ്ട് പുണ്യം, എല്ലാ ദുഃഖത്തിനും കാരണമുണ്ട് പാപം. നമ്മുടെ ശരീരം പാപപുണ്യത്തിന്റെ ഫലമാണ് എന്ന് വീണ്ടും അടിവരയിട്ട് പറയുക. എത്ര കാലം ജീവിക്കും
അതായത് ഈ ശരീരം എത്ര കാലം നിലനിൽക്കും എന്നതും പാപപുണ്യത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ്. ഈ ശരീരം, ഈ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളതും പാപപുണ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ശരീരം എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരത്തെയാണ് പറയുന്നത്. അതും എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് പാപപുണ്യത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു. ഒരു ജീവൻ മരണശേഷം വേറെ ശരീരം എടുക്കുന്നുണ്ട് സാധാരണ നിലയിൽ. ഒരു ജീവൻ മരണശേഷം, അതായത് മരണം എന്ന് പറയുമ്പോൾ ഈ സ്ഥൂല ശരീരത്തെ വിട്ട ശേഷം വേറെ ഒരു സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നുണ്ട്, സാധാരണ നിലയിൽ സ്വീകരിക്കുന്നുണ്ട്. അത് ഏത് വിധമുള്ളതായിരിക്കും എന്നുള്ളത് ആ ജീവന്റെ പാപപുണ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജീവൻ മുക്തന്റെ കാര്യത്തില് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവൻ മുക്തന്റെ കാര്യമാണല്ലോ. ജീവൻ മുക്തന്റെ കാര്യത്തില് ദേഹം വിട്ട ഉടൻ വേറെ ശരീരം എടുക്കേണ്ടി വരുന്നില്ല. കാരണം പാപമോ പുണ്യമോ അവശേഷിക്കുന്നില്ല. ജീവൻ മുക്തൻ പാപവും പുണ്യമോ ആയിട്ടല്ല കർമ്മം ചെയ്യുന്നേ. പഴയ കർമ്മങ്ങൾ എന്താവും എന്നൊക്കെ നമ്മൾ ഇനി നോക്കാൻ പോകും. ഏതായാലും ജീവൻ മുക്തന് ഈ ശരീരം വിട്ട ശേഷം വേറെ ശരീരം എടുക്കേണ്ടി വരുന്നില്ല. അദ്ദേഹം ബ്രഹ്മഭാവത്തിൽ തന്നെ ഇരിക്കുന്നു. ബ്രഹ്മഭാവത്തിൽ തന്നെ ഇരിക്കുന്നു. ഇതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ എന്തായി തീരും? സാധാരണ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും പഴയ കർമ്മങ്ങൾ, ബാക്കി എത്രയോ ജന്മങ്ങളിലെ കർമ്മങ്ങളുണ്ട്, അതുകൊണ്ട് ശരീരം എടുക്കുന്നു, അതൊക്കെ നമ്മളിപ്പോ പഠിച്ചു. പാപം പുണ്യമൊക്കെ ആണെന്നുണ്ട്. ഇതേപോലെ ആ വ്യക്തിയുടെയും കർമ്മങ്ങൾ കാണുമല്ലോ പല ജന്മങ്ങളിലെ. അതിനെന്ത് സംഭവിക്കും? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് ആചാര്യസ്വാമികൾ ഇനി പറയാൻ പോകുന്നത്. അതായത് വിദേഹമുക്തി. എന്താണ് വിദേഹമുക്തി? എങ്ങനെയാണ്, എന്താണെന്നുള്ള നമ്മൾ പഠിച്ചു. ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനാണ് ഇനി ആചാര്യസ്വാമികളിവിടെ പറയാൻ പോകുന്നത്. ഇതിന് കർമ്മതത്വം, ദ ലോ ഓഫ് കർമ്മ ശരിക്കും അറിഞ്ഞിരിക്കണം. എന്നാലേ ഈ ഭാഗമൊക്കെ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ ലോ ഓഫ് കർമ്മ നന്നായിട്ട് പഠിച്ചതാണ്. ഒന്നുകൂടെ ഇവിടെ നമുക്ക് നോക്കാം. കർമ്മതത്വത്തെ നന്നായിട്ട് അറിയണം. ശാസ്ത്രം പറയുന്നത് എന്താണ്? ഓരോ ജീവനും അവൻ കർമ്മം ചെയ്യുമ്പോൾ, ഓരോ ജീവനും അവൻ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി പാപം അല്ലെങ്കിൽ പുണ്യം ഉണ്ടാകുന്നു. സാധാരണ നിലയ്ക്ക് ഒരു ജീവൻ കർമ്മം ചെയ്യും, ഏത് കർമ്മം ചെയ്താലും ഒന്നിലെ പാപം ഉണ്ടാവും അല്ലെങ്കിൽ പുണ്യം ഉണ്ടാവും. മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ജീവൻ മാത്രമാണ്, മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ആ ജീവൻ മാത്രമാണ് പുതിയതായി പാപപുണ്യങ്ങളെ ചേർക്കുന്നത്. അപ്പൊ മൃഗങ്ങളൊക്കെ ഒന്നും അങ്ങനെ പറ്റില്ല. അവര് ജനിക്കും, അവരുടേതായ ഒരു രീതിയിൽ ജീവിക്കും, അവർ മരിച്ചു പോകും. അവര് അവരുടെ ആ ജീവിത കാലഘട്ടത്തില് പുതിയ പുണ്യവും പാപവും ഒന്നും ഇവർ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചിലപ്പോ ഈ ക്രൂര മൃഗങ്ങളെ കാണുമ്പോൾ തോന്നും അവര് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരിയാണ് ജന്തുക്കളെ കൊന്നു തിന്നുന്നല്ലോ. ഇപ്പൊ സിംഹം, പുലി എന്നിവ മാനിനെയൊക്കെ കടിച്ചു കൊല്ലുന്നു. അങ്ങോട്ട് കൊണ്ട് ജീവികളുടെ ഇടയിൽ നമുക്ക് ധാരാളം കാണാം. വലിയ വലിയ പക്ഷികൾ ചെറിയ പക്ഷികളെ കഴിക്കുന്നു. അങ്ങനെ വലിയ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെ ആക്രമിച്ച് കീഴടക്കി ഭക്ഷിക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വേദന തോന്നും. ഇതെല്ലാം പാപമല്ലേ നമുക്ക് തോന്നാം. പക്ഷെ അവർക്കത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവർക്ക് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരൻ. അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അത് വലിയ ജീവികൾ മുതൽ ചെറിയ ജീവി വരെ അവനവനെക്കാളിൽ ചെറുതിന് 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 അങ്ങനെ ചെറിയൊരു പക്ഷിയാണെങ്കിൽ കുഞ്ഞു പുഴുവിനെ കഴിക്കും. അങ്ങനെ അത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പാപമോ പുണ്യമോ ഇല്ല. മനുഷ്യ ശരീരം കിട്ടിയാൽ മാത്രമേ വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് പാപം വേറെ പുണ്യം വേറെ എന്നും ധർമ്മപരമായിട്ടുള്ള കർമ്മങ്ങൾ എന്ത് എന്ന് വേദം പറയുമ്പോൾ അതിനെ മനസ്സിലാക്കുക. ഇന്നന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്നന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. അതില് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ ചെയ്യുമ്പോൾ പുണ്യം ഉണ്ടാകും, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ചെയ്യുമ്പോൾ പാപം ഉണ്ടാകും. ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കം. പക്ഷെ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. അവർക്ക് ഒരു ജീവിതം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ആ വർഗത്തിൽ ജനിക്കുന്നവരൊക്കെ ഒരേപോലെ ജീവിക്കും. അവരങ്ങനെ മരിക്കും, ശരീരം വിടും.
പുതിയതായിട്ട് പാപപുണ്യമൊന്നും അവര് ചേർക്കില്ല. നമ്മുടെ സാധാരണ ജീവൻ മനുഷ്യൻ പല ജന്മങ്ങളില് ഇങ്ങനെ ഓരോ ജന്മങ്ങളിലും ചേർത്ത് 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 വെച്ച പാപപുണ്യം എത്രയാണ് എന്ന് ഒരു കണക്കും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയധികം ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. മനുഷ്യജന്മം തന്നെ ധാരാളം എടുത്തിട്ടുണ്ട്. എണ്ണാൻ പറ്റാത്ത അത്രയും ഉണ്ട്. ജീവൻ എന്ന് തുടങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ പഠിച്ചല്ലോ, അനാദിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ശേഖരിക്കപ്പെട്ട പാപപുണ്യം നമ്മള് ഇപ്പാണ് ഈ ശരീരം കിട്ടിയ ഈ ജന്മമാണ് ആദ്യമായിട്ട് മനുഷ്യജന്മം കിട്ടിയതെന്നൊന്നും വിചാരിക്കണ്ട. എത്രയോ ജന്മങ്ങൾ മനുഷ്യജന്മം കിട്ടിയിട്ടാണ് നമ്മൾ പാപപുണ്യം ഈക്വലാവുമ്പോഴേ വീണ്ടും ജന്മം വരും, മനുഷ്യന്റെ ശരീരം കിട്ടുള്ളൂ. അപ്പൊ നമ്മളും എത്രയോ പാപപുണ്യങ്ങൾ ചെയ്ത് മുന്നേ എത്രയോ മനുഷ്യജന്മം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യം. അപ്പൊ ജീവൻ എന്ന് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് അനാദിയാണ്. ഇങ്ങനെ ഓരോ ജന്മത്തിലും ശേഖരിക്കപ്പെട്ട പാപപുണ്യങ്ങൾ, അതിൻ്റെ പേരാണ് സഞ്ചിത കർമ്മം. ഓരോ ജന്മങ്ങളിലും ചെയ്ത പാപപുണ്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പേര് സഞ്ചിത കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ ഫലമായിട്ടാണ് വരിക, അല്ലാണ്ട് കർമ്മം ഇനി ചെയ്യാനുള്ളതല്ല. സഞ്ചിത കർമ്മം. സഞ്ചിതം എന്നാൽ നന്നായി ശേഖരിച്ചത്, സഞ്ചിതം നന്നായി ശേഖരിച്ചത്, സഞ്ചിതം നന്നായി ശേഖരിക്കപ്പെട്ടത്. ഇപ്പോ നമ്മുടെ കയ്യില് ഈ ജന്മത്തില് ഈ ശരീരം കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്തായിരിക്കും, കുറെ പാപവും കുറെ പുണ്യവും ഒക്കെ എടുത്തുകൊണ്ടാണ് ഈ ശരീരം കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ പഴയ ജന്മങ്ങളിലെ എല്ലാം കർമ്മങ്ങളെ കൂട്ടി വെച്ചതാണ് സഞ്ചിതം എന്ന് പറഞ്ഞു. ആ സഞ്ചിതം ഒരുപാടുണ്ട്, വലിയ ഒരു കെട്ട് സഞ്ചിതം നമുക്കുണ്ട്. അതിൽ നിന്ന് വളരെ ചെറിയൊരു അംശം എടുത്തുകൊണ്ടാണ് ഈ ഒരു ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാടുണ്ട് കർമ്മം, വലിയ ബണ്ടിലാണ്. അതിൽ നിന്ന് ചെറിയൊരു അംശം എടുത്തിട്ടാണ് ഇപ്പോ ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ശരീരത്തിന്റെ കാലാവധി 100, 110, 120 ആ ഒരു മാക്സിമം അത്രയ്ക്കൊക്കെ വരുള്ളൂ. അതിന് ആ അത്രയും പീരീഡില് അനുഭവിച്ച് തീർക്കാവുന്ന കർമ്മങ്ങളെ മാത്രം എടുത്തിട്ടാണ്, സഞ്ചിതത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഈ ജന്മം കിട്ടിയിരിക്കുന്നത്. ബാക്കി സഞ്ചിതം ഇഷ്ടംപോലെ കിടപ്പുണ്ട്, കുന്നുപോലെ കിടക്കുക. കുറച്ച് ചെറിയൊരു അംശം എടുത്തിട്ടാണ് ആ സഞ്ചിതത്തിൽ നിന്ന് പാപവും പുണ്യവും ഒക്കെ അതിനകത്ത് നിന്ന് എടുത്തിട്ടാണ് ഈ ശരീരത്തെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ഈ കിട്ടിയ ശരീരം കൊണ്ട് ആ സഞ്ചിതത്തിന്റെ വലിയ കുന്നു മുഴുവൻ തീർക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ചെറിയൊരു ഭാഗമാണ്, അതിനെ തീർക്കാൻ പറ്റും. ആ കുന്നുപോലെയുള്ളത് അവിടെ കിടക്കുക. അതിനെ ഇനി എന്ത് ചെയ്യണം? ധാരാളം ജന്മം ഇനിയും വരേണ്ടി വരും. ഇനിയും ധാരാളം ജന്മം എടുത്താലേ ആ കുന്ന് തീർക്കാൻ പറ്റുള്ളൂ. ഇനി തീർക്കാൻ പറ്റുമോ എന്നുള്ളത് പിന്നീട് വരുന്നു. അപ്പൊ ഇനിയും ധാരാളം ജന്മം വേണ്ടി വരും. ചില പാപഫലങ്ങൾ അനുഭവിക്കാൻ മനുഷ്യന്റെ ഉടല് പറ്റില്ല. അതിന് ചില ജീവികളുടെ ഉടലിൽ തന്നെ വേണ്ടി വരും ചില പാപങ്ങൾ അനുഭവിക്കാനായിട്ട്. അതുപോലെ ചില പുണ്യം അനുഭവിക്കാൻ മനുഷ്യന്റെ ഉടല് പോരാ. അതാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ദേവശരീരം വേണം. പുണ്യം കൂടുതലാണ്, ഒരുപാട് പുണ്യമാണ്. ഒത്തിരി പുണ്യം അനുഭവിക്കാൻ, സുഖം അനുഭവിക്കാൻ ഉണ്ടെങ്കിൽ ദേവശരീരം വേണം. അപ്പോഴും ഒരു ശരീരം, ഒരു ജന്മം പോരാ. ഈ ലോകത്തിലെ ഭോഗസുഖം അനുഭവിക്കാനായിട്ട്, അല്ല ഇന്ദ്രലോകം അല്ലെ, സ്വർഗം എന്നൊക്കെ പറയില്ലേ, സ്വർഗലോകത്തില് സുഖം അനുഭവിക്കാൻ ദേവശരീരം വേണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. മനുഷ്യ ലോകത്തിലെ സുഖം അനുഭവിക്കാൻ ഈ ശരീരം മതി, മനുഷ്യ ശരീരം മതി. ദേവലോകത്തിലെ, സ്വർഗലോകത്തിലെ സുഖം അനുഭവിക്കാൻ ദേവശരീരം വേണം. മൃഗശരീരത്തിനോ നമ്മൾ ഇപ്പോഴിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ പറ്റുമോ മൃഗശരീരത്തിന്? ഇല്ല. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും മൃഗശരീരത്തിന് അനുഭവിക്കാൻ പറ്റില്ല. അതിന് ഭക്ഷണം കഴിക്കുന്ന സുഖവും പിന്നെ മൈഥുനത്തിന്റെ സുഖവും ഇത് മാത്രമേ അവർക്ക് അനുഭവിക്കാൻ പറ്റൂ. അപ്പോ പല ജന്മങ്ങൾ വേണ്ടിവരും എന്നുള്ളത് ഉറപ്പാണ്. ഈ ജന്മത്തില്
സഞ്ചിത കർമ്മത്തില് ഒരു ചെറിയ അംശം മാത്രമാണ് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഭാഷ പറയുന്നത്, വെളിപ്പെടുക. സഞ്ചിതത്തിലെ ചെറിയൊരു അംശം വെളിപ്പെട്ടപ്പോൾ ഈ ശരീരം നമുക്ക് ലഭിച്ചു. ഈ സഞ്ചിത അംശം തീരുന്നത് വരെ മാത്രം ഈ ശരീരം ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. പാപത്തിന്റെയും പുണ്യത്തിന്റെയും ബലങ്ങളായി സുഖദുഃഖങ്ങൾ വരുന്നു. ഇപ്പൊ കണക്കാക്കി എടുത്തു കൊണ്ടുവന്ന പാപപുണ്യങ്ങൾ തീരുമ്പോൾ ഈ ശരീരം വിടേണ്ടി വരും. അടുത്തത് എത്രയാണോ അവിടെ നിന്ന് എടുക്കുന്നത് അതനുസരിച്ചുള്ള ശരീരം വരും. സഞ്ചിതത്തിൽ നിന്ന് വീണ്ടും കുറച്ച് പാപപുണ്യം എടുത്ത് അടുത്ത ശരീരം നമുക്ക് കിട്ടും. ഇങ്ങനെ സഞ്ചിതത്തിൽ നിന്ന് എടുക്കപ്പെട്ട ഈ ജന്മത്തിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആ കർമ്മത്തിന്റെ പേരാണ് പ്രാരബ്ധം. സഞ്ചിതത്തിൽ നിന്ന് എടുക്കപ്പെട്ട് ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ശരീരം അനുഭവിച്ചു തീർക്കുവാനായിട്ടുള്ളൊരു കാലയളവിൽ തന്നിരിക്കുന്ന ആ കർമ്മങ്ങളെ, അതിനെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. സഞ്ചിതത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ശരീരം ഉണ്ടാകാൻ കാരണമായി വന്നിട്ടുള്ള ആ കർമ്മങ്ങൾ അത് അനുഭവിച്ചേ തീരൂ. അതിനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പൊ പ്രാരബ്ധം, ആരബ്ധം എന്ന് പറഞ്ഞാൽ തുടങ്ങപ്പെട്ടത്, പ്രാ എന്ന് പറഞ്ഞാൽ നന്നായി, പ്രാരബ്ധം നന്നായി തുടങ്ങപ്പെട്ടത്, അതായത് ശരിക്കും ശക്തമായിട്ട് തന്നെ തുടങ്ങപ്പെട്ടത്. സഞ്ചിത കർമ്മത്തിനാൽ കിട്ടിയ ശരീരത്തിലിരിക്കുന്ന ജീവൻ പുതിയ കർമ്മങ്ങളാൽ പുതിയ ഫലങ്ങളെ ചേർക്കുന്നു, അല്ലെ? സഞ്ചിതത്തിൽ നിന്ന് കിട്ടിയ പ്രാരബ്ധം കൊണ്ട് ഇപ്പോ നമ്മൾ ശരീരമെടുത്ത് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഒരാൾക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടേ പറ്റും. അങ്ങനെ നമ്മൾ ആ പ്രാരബ്ധം കൊണ്ട് കിട്ടിയ പാപപുണ്യങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ ചില ദുഃഖങ്ങൾ വരുമ്പോൾ ചില കർമ്മങ്ങൾ ചെയ്യും. ദുഃഖം മാറാനായിട്ട് ചില കർമ്മങ്ങൾ ചെയ്യും. അതിൽ പലപ്പോഴും അധർമ്മമായിട്ടുള്ള കർമ്മങ്ങൾ കാണും. ആ അധർമ്മ കർമ്മങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരും പിന്നീട്. അതേപോലെ പുണ്യം കയറി സുഖമായിട്ടിരിക്കുമ്പോൾ, പലതരത്തിലും സുഖമായിട്ടിരിക്കുമ്പോൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. അത് ദുഃഖത്തിലിരിക്കുന്നവരും ചെയ്യുന്നവരുണ്ട്. ദാനം നൽകുക, മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അവര് ശരിയായിട്ടുള്ള ജ്ഞാനമാകാത്തത് കൊണ്ട് എന്ത് ചെയ്യും? വഴിപാടുകളും കാര്യങ്ങളും ഈശ്വരനെ ഭജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഭഗവാനെ എനിക്ക് ഇന്ന സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ കിട്ടണേ, ലൗകിക സുഖങ്ങൾ കിട്ടണേ, ധാരാളം സമ്പത്ത് കിട്ടണേ, ഐശ്വര്യം കിട്ടണേ, നിറയെ കുട്ടികൾ ഉണ്ടാവണേ, ഇങ്ങനെ വീട് വെക്കാൻ പറ്റണം, സ്ഥലം മേടിക്കാൻ പറ്റണം, വാഹനം മേടിക്കാൻ പറ്റണം, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ ലൗകിക സുഖങ്ങളെ ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളെല്ലാം അതിനുവേണ്ടി ഒത്തിരി പേരെ സഹായിക്കും. പുണ്യം ലഭിക്കുന്ന കർമ്മങ്ങൾ ചെയ്യും. തെറ്റൊന്നുമില്ല അതിനകത്ത്. ശരീരം കിട്ടി പുണ്യം അനുഭവിക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അഭികാമ്യമല്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. കാരണം ഈശ്വരനോടാണല്ലോ ചോദിക്കുന്നത്, വേറെ വല്ലതെടുത്തും പോയി കൈ നീട്ടുകയല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ കർമ്മങ്ങൾ ചേർക്കപ്പെടും. ഈ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ പാപവും പുണ്യവും ഈ ജന്മത്തില് പുതിയതായിട്ട് ചേർക്കപ്പെടുന്നു. ഏതിലോട്ട്? പഴയ സഞ്ചിതത്തിലോട്ട് ചേർക്കപ്പെടും. ഇനി അതിന്റെ പേരാണ് ആഗാമി. പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ജന്മത്തില് പുതിയതായിട്ട് കർമ്മം ചെയ്ത് സമ്പാദിക്കുന്ന പാപപുണ്യ ഫലങ്ങള് സഞ്ചിതത്തിലോട്ട് ചേർക്കപ്പെടും. അങ്ങനെ ചേർക്കപ്പെടുന്ന അതിന്റെ പേരാണ് ആഗാമി. ഇനി അജ്ഞാനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. ആദ്യം അജ്ഞാനിക്ക് എന്താണ് സംഭവിക്കുക? പാപപുണ്യം ഏതാണ്? നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും. ഏതാണ്ട് 50 വയസ്സായപ്പോഴാണ് ഒരു 50 വയസ്സല്ല, ഒരു 50% കാര്യങ്ങൾ വന്നപ്പോഴാണ് മനുഷ്യജന്മം കിട്ടുക എന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. അപ്പൊ പ്രാരബ്ധം ഉള്ളവരെ ഈ ശരീരത്തിൽ ഉയിരോടെ നമ്മൾ ഇരിക്കും.
പ്രാരബ്ധം തീരുന്നിടം വരെ ഈ ശരീരത്തിൽ ഉയിരോടെ നമ്മൾ ഇരിക്കും. ഇതേതാണ്ട് പാപപുണ്യം ഈക്വൽ ആയപ്പോൾ കിട്ടിയ ഒരു ശരീരമാണ്. പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ പുതിയ പാപപുണ്യത്തെ ചേർക്കുകയും ചെയ്യുന്നു, ആഗാമി കർമ്മമായിട്ട് ചേരുന്നു. പ്രാരബ്ധം ഇപ്പോൾ തീർന്ന ഉടൻ, ഇപ്പോഴത്തെ ഈ ജന്മത്തിലെ പ്രാരബ്ധം തീർന്ന ഉടൻ ആഗാമി, അതായത് ഇപ്പോ ചേർത്ത ആഗാമി അത് സഞ്ചിതത്തിൽ പോയി ചേരും. ഈ ശരീരം വിടുമ്പോൾ ഉടനെ ആഗാമി സഞ്ചിതത്തിൽ ചേരും. അപ്പൊ സഞ്ചിതത്തിന് എന്ത് സംഭവിക്കും? സഞ്ചിതം കൂടും അല്ലെ? ഈ ജന്മത്തിലും കൂടെ അവിടെ കൂട്ടി. ഇതാണ് അജ്ഞാനിക്ക് സംഭവിക്കുന്നത്. അജ്ഞാനി ഈ ജന്മം കർമ്മം ചെയ്യും, സഞ്ചിതത്തിൽ ഇത് കൂടും, പിന്നെയും ജന്മം കിട്ടും, പിന്നെയും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, പാപവും പുണ്യവും എല്ലാം ധാരാളം ചെയ്യും, അങ്ങനെ വന്ന് വീണ്ടും സഞ്ചിതത്തിൽ കൂടും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും മുന്നോട്ട്. അപ്പോ അടുത്ത സഞ്ചിതത്തിന്റെ വെളിപ്പെടലാണ് സാധാരണ ജീവന്റെ അടുത്ത ജന്മം. സഞ്ചിതത്തിൽ നിന്ന് കുറെ കിട്ടും, അതനുസരിച്ച് മുന്നോട്ട് പോകും, ആഗാമി ഉണ്ടാകും, ഈ ശരീരം വിടും, ആഗാമി സഞ്ചിതത്തിൽ കയറും, വീണ്ടും പുതിയ സഞ്ചിതത്തിന് കുറച്ചെടുത്തോണ്ട് ശരീരം കിട്ടും. ഈ ചെയിൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അജ്ഞാനിക്ക് സംഭവിക്കുന്നത്. ജീവൻ മുക്തന് എങ്ങനെയാണ് ഈ മൂന്ന് കർമ്മങ്ങളും? അതാണ് ഇപ്പോഴത്തെ നമ്മൾ അറിയേണ്ടതായ കാര്യം. ജീവൻ മുക്തന് ഈ മൂന്ന് കർമ്മങ്ങളുടെ ഫലം എങ്ങനെ വരും? ഇതാണ് ഈ 91-ാമത്തെ നമ്മളിപ്പോ വായിച്ച ഈ ശ്ലോകം. അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടി ശതാബ്ജിതം സഞ്ചിതം വിലയം ജാതി പ്രബോധാത് സ്വപ്നകർമ്മവത് എന്നുള്ള ഈ ശ്ലോകം പറയുന്നത് ഈ കാര്യം. മൂന്ന് കർമ്മങ്ങളിൽ എങ്ങനെ ജീവൻ മുക്തന്റെ മൂന്ന് കർമ്മങ്ങൾക്കും എന്താണ് സംഭവിക്കുക? സഞ്ചിത കർമ്മം മുഴുവനായും ജ്ഞാനാഗ്നിയിൽ ചാമ്പല. ജീവൻ മുക്തൻ ജ്ഞാനിയാണല്ലോ. അപ്പൊ ജ്ഞാനം സമ്പാദിച്ചു കഴിയുമ്പോൾ ജ്ഞാനാഗ്നിയില് സഞ്ചിത കർമ്മം മുഴുവനായും ചാമ്പലായി പോകും. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. മുഴുവനും ചാമ്പലായി പോകും, സഞ്ചിതം മുഴുവൻ തീരും, സഞ്ചിതം ഇല്ല. പിന്നെ സഞ്ചിതം എപ്പോഴും അജ്ഞാനത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ സഞ്ചിതം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കയ്യിൽ. ജ്ഞാനം വന്നാൽ ഉടനെ സഞ്ചിതം ആ ജ്ഞാനാഗ്നിയിൽ ദഹിച്ചു പോകും. ഇനി ജ്ഞാനം വന്ന ശേഷം ചെയ്യുന്ന കർമ്മങ്ങളോ, അതിൽ നിന്ന് അദ്ദേഹത്തിന് ആഗാമി കർമ്മം ഉണ്ടാകില്ല. കാരണം അദ്ദേഹം ഫലം ഇച്ഛിച്ച് ഒന്നും ചെയ്യില്ല. ഒരു കർമ്മവും ഫലം ഇച്ഛിച്ച് ചെയ്തില്ല, അധർമ്മമായിട്ടുള്ള ഒന്നും ചെയ്യില്ല. ധാർമ്മികമായിട്ടുള്ള ജീവിതം മാത്രമായിരിക്കും. അതിനകത്ത് തന്നെ ധർമ്മപരമായ ജീവിതം നയിക്കുമ്പോൾ എല്ലാം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് മാത്രമേ കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പൊ അവിടെ പാപവും പുണ്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആഗാമി കർമ്മം ജ്ഞാനിക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ശരി, സഞ്ചിതം പോയി എന്ന് പറഞ്ഞു ജ്ഞാനാഗ്നിയില്, ശരി, ആഗാമി ഉണ്ടാവുകയും ഇല്ല എന്ന് പറഞ്ഞു, അതും ഓക്കെ. അപ്പൊ പ്രാരബ്ധമോ? ഈ ശരീരം കിട്ടിയില്ലോ ഇപ്പോ, ഈ പ്രാരബ്ധത്തിന്റെ കാര്യത്തിന് എന്താണ് തീരുമാനം വേണ്ടേ? ഇത് കിട്ടുമ്പോ തന്നെ 80 കൊല്ലമോ 85 കൊല്ലമോ 90 കൊല്ലമോ ജീവിക്കും എന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് അതിനുള്ള കർമ്മങ്ങളാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ആ കർമ്മങ്ങളൊക്കെ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോ ജീവൻ മുക്തന് എന്താ സംഭവിക്കുക? ഈ പ്രാരബ്ധം, അതായത് ജീവൻ മുക്തന് ഇപ്പോൾ ഇരിക്കുന്ന ഈ ശരീരത്തിന് കാരണമായ കർമ്മഫലത്തിന് എന്ത് സംഭവിക്കും? അത് അനുഭവിച്ചു തന്നെ തീർക്കണം എന്നാ പറയുന്നത്. അതിനൊരു മാർഗവുമില്ല. ജ്ഞാനാഗ്നി കൊണ്ടൊന്നും ദഹിക്കത്തില്ല. കാരണം അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. നേരത്തെ ജനിക്കുമ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട് ഇത്ര വർഷം ജീവിക്കണം, ഇന്ന കർമ്മങ്ങൾ അനുഭവിക്കണം, ഇന്ന സുഖങ്ങൾ അനുഭവിക്കണം, ദുഃഖങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ. അതിന് യാതൊരു മാറ്റവും ഇല്ല. ആ പ്രാരബ്ധ കർമ്മം അനുഭവിച്ചേ പറ്റൂ. കാരണം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി സെറ്റഡ് ആണ്, അത് ഫിക്സ് ചെയ്തതാണ്, ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്. ഇന്ന ശരീരം ഇത്ര കാലം ഇന്ന സ്ഥലത്ത് ഇന്ന ദേശത്ത് ഇന്ന ആളുടെ മക്കളായിട്ട് ഇന്ന സാഹചര്യങ്ങള്, അത് അങ്ങനെ തന്നെ പോയേ പറ്റൂ. അതിന് ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല. നേരെ മറിച്ച് അവിടെ ഉണ്ടായ പഴയ സഞ്ചിതമോ അത് ജ്ഞാനാഗ്നിയിൽ ദഹിച്ചു പോയി. ശരീരം എടുത്തിട്ടില്ലല്ലോ, ആ പഴയത് മുഴുവൻ ജ്ഞാനാഗ്നിയിൽ നശിച്ചു പോകും.
ഇപ്പൊ ഒരു 30-ാമത്തെ വയസ്സിൽ ഒരാൾക്ക് ജ്ഞാനം വന്നു എന്ന് വിചാരിക്കുക. ഇതേപോലെയൊക്കെ പഠിച്ച് കൊച്ചിലെ തൊട്ടേയൊക്കെ പഠിച്ച് കാര്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി നല്ല ഗുരുനാഥനെയൊക്കെ കിട്ടി ഈശ്വരാനുഗ്രഹം കൊണ്ട് 30-ാം വയസ്സിൽ ജ്ഞാനം വന്നു. 70 വയസ്സുവരെ ജീവിക്കേണ്ടതായ പ്രാരബ്ധവും കൊണ്ടാണ് വന്നിട്ടുള്ള ഭൂമിയിലേക്ക് ഈ ജീവനെങ്കിൽ അത്രയും കാലം അതിന് ജീവിച്ചേ പറ്റുള്ളൂ. ഒരു ജീവൻ ശരീരം എടുക്കുമ്പോൾ സഞ്ചിത കർമ്മത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഭാഗമനുസരിച്ച് 70 വയസ്സുവരെ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. അത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതിൽ തർക്കമില്ല. അത് ജ്ഞാനിയാണെങ്കിൽ അജ്ഞാനിയാണെങ്കിലും ഒക്കെ ആ 70 വയസ്സ് വരെ ഉള്ള കർമ്മങ്ങളുടെ ഇവിടെ ശരീരത്തിൽ ഇരുന്നേ പറ്റൂ. അപ്പോ ആ പ്രാരബ്ധം അനുഭവിച്ചേ പറ്റൂ. അപ്പൊ ജ്ഞാനത്തിന്റെ ഫലം ശരിക്കും എന്താണ്? സഞ്ചിത കർമ്മ നാശം. പിന്നെയോ ആഗാമി കർമ്മ നാശം. പുതിയതായിട്ടൊന്നും ചേർക്കപ്പെടത്തില്ല. എങ്ങനെയാണ് ഈ ഓരോ കർമ്മനാശവും ഉണ്ടാകുന്നത് എന്നിവിടെ 91-ാമത്തെ ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. 92-ലും ഇത് തന്നെയാ പറയാൻ പോകുന്നത്. ഇനി നോക്കാം, നമുക്ക് ശ്ലോകം നോക്കാം. അഹം ബ്രഹ്മേതി വിജ്ഞാനാത്. അഹം ബ്രഹ്മ ഇതി വിജ്ഞാനാത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മ എന്നറിവാണല്ലോ ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവാണ് ജ്ഞാനം. ഞാൻ ബ്രഹ്മസ്വരൂപമായി ഇരിക്കുന്നു എന്ന അറിവിനാണ് ജ്ഞാനം എന്ന് പറയുക. അപ്പോ അഹം ബ്രഹ്മ ഇതി വിജ്ഞാനാത്, അറിഞ്ഞിട്ട്, അങ്ങനെ ഞാൻ ബ്രഹ്മമാണ് എന്ന് അറിഞ്ഞിട്ട്, വിജ്ഞാനാത് അറിഞ്ഞിട്ട്, ഞാൻ ബ്രഹ്മസ്വരൂപമായി ഇരിക്കുന്നു എന്ന അറിവിനാൽ കൽപ്പകോടി ശത ആർജിതം. കൽപ്പകോടി ശത ആർജിതം. ആർജിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ശേഖരിക്കപ്പെട്ടത്, സമ്പാദിക്കപ്പെട്ടത്. കോടി ശത, കൽപ്പകോടി ശത ആർജിതം. 100 കോടി കൽപ്പം. കണക്കില്ലാത്തതെന്ന് മനസ്സിലാക്കിയാൽ മതി. എത്രയോ കണക്കറിയാം, എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും ആയിട്ടുള്ള കർമ്മം കൽപ്പകോടി ശതാർജിതം സഞ്ചിതം വിലയം യാതി. അങ്ങനെ എത്രയോ കണക്ക് അറിയാൻ പറ്റില്ല, അത്രയും അധികം സഞ്ചിത കർമ്മം ജ്ഞാനം വരുന്നതോടുകൂടി, എപ്പോ അഹം ബ്രഹ്മഗതി വിജ്ഞാന എന്നുള്ള ജ്ഞാനം വരുന്നതോടുകൂടി വിലയം യാതി, നാശത്തെ പ്രാപിക്കുന്നു. വിലയം യാതി എന്ന് പറഞ്ഞാൽ നാശത്തെ പ്രാപിക്കുന്നു. അപ്പൊ ജ്ഞാനത്തിന്റെ ശക്തി നോക്കണം. ജ്ഞാനത്തിന്റെ ശക്തി നിസ്സാരമാണോ? വലിയ പർവ്വതം പോലെയുള്ള ആ സഞ്ചിത കർമ്മത്തെ മുഴുവൻ ജ്ഞാനാഗ്നി ദഹിപ്പിച്ച് കളയും. പിന്നീട് അത് അനുഭവിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ടാണ് ജ്ഞാനസമ്പാദനമാണ് ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയാൻ കാരണം ഈ ഒരു ശരീരം കിട്ടിയാൽ ഇനിയൊരു ശരീരത്തിൽ പോയി ദുഃഖിക്കേണ്ട ഇട വരരുത്. മനുഷ്യജന്മം കിട്ടി, മനുഷ്യന്റെ ശരീരം കിട്ടി, ഇവിടം കൊണ്ട് തന്നെ ജ്ഞാനം സമ്പാദിച്ച് സഞ്ചിതത്തെ തീർത്ത് ഇനിയൊരു പ്രാരബ്ധവും എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ ഇനിയൊരു ശരീരം വന്നു ഭവിക്കരുത്. അപ്പോ ഈ സഞ്ചിത കർമ്മം വിലയം യാതി എന്ന് പറയുന്നു. അതാണ് ജ്ഞാനത്തിന്റെ ശക്തി. അതങ്ങ് നശിച്ചു പോകുന്നുണ്ട്. അനന്തമായ സഞ്ചിതമാണ് നശിച്ചു പോകുന്നത്. ഇനി അതെങ്ങനെ എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്നത്. ഈ സഞ്ചിതം നശിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ആചാര്യസ്വാമി പറയാൻ പോകുന്നത്. പ്രബോധാത് സ്വപ്നകർമ്മവത്. പ്രബോധാത് സ്വപ്നകർമ്മവത്. ഒരാള് സ്വപ്നത്തില് പുണ്യവും പാപവും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ സ്വപ്നത്തിൽ ചിലപ്പോൾ വളരെ ലെങ്തി ആയിരിക്കും സ്വപ്നം. ചിലത് ദിവസവും സ്വപ്നം കാണുന്നവരുണ്ട്. അപ്പൊ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും, നല്ലതും ചെയ്യും, ചീത്തയും ചെയ്യും, പാപവും പുണ്യവും ഒക്കെ സ്വപ്നത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദീർഘമായ ഒരു സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക. വളരെ ദീർഘമായ ഒരു സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക.
അതില് 5 പാപവും ചെയ്തു, 5 പുണ്യവും ചെയ്തു. ആ സ്വപ്നത്തില് ദീർഘമായൊരു സ്വപ്നം, ആ സ്വപ്നത്തില് 5 പാപം ചെയ്തു, 5 പുണ്യവും ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുക? അതിന് ഫല അനുഭവം വേണം. സ്വപ്നത്തിൽ 5 പാപം 5 പുണ്യം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫലം വരണ്ടേ? വരണം. അപ്പോ ഈ ഫലാനുഭവം വേണം. അപ്പോഴാണ് പെട്ടെന്ന് കണ്ണു തുറന്നത്. പെട്ടെന്ന് ഉണർന്നപ്പോ എന്തുണ്ടായി എന്നുള്ളതാണ് പിന്നത്തെ വിഷയം. ശരിക്കും അവിടെ 5 പാപകർമ്മങ്ങൾ 5 പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഫലം അനുഭവിക്കേണ്ട കാര്യമുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് കണ്ണു തുറന്നത്. കണ്ണു തുറന്ന എന്താ ഉണ്ടാവുക? ഇപ്പോ ഉണർന്നിരിക്കുന്ന ആ വ്യക്തി താൻ സ്വപ്നത്തിൽ കണ്ട കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുമോ? ഏത് കുഞ്ഞിനും അറിയാം, അനുഭവിക്കേണ്ടി വരില്ല. സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യത്തിന്റെയും ഫലം ഉണർന്നു കഴിഞ്ഞാൽ അനുഭവിക്കാറില്ല. പിന്നെ ചിലരിരുന്ന് കരയാറുണ്ട് വിഡിതങ്ങള്. വല്ലതൊക്കെ ചില സ്വപ്നം കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കാറൊക്കെ. വെറും മണ്ടത്തരമല്ലേ. സ്വപ്നം കണ്ട ആരും വിഷമിക്കാൻ പാടില്ല, ആരും സന്തോഷിക്കാനും പാടില്ല. രണ്ടും ഇല്ല അതിനകത്ത്. അത് യാഥാർത്ഥ്യമല്ല. അപ്പൊ പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞപ്പോ ഈ സ്വപ്നത്തിലെ കർമ്മങ്ങളുടെ ഒന്നും ഫലം നമ്മളെ ബാധിക്കില്ല എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഉണർന്നിരുന്നിട്ട് പേടിക്കുകയോ അതിന്റെ പുറകെ പോവുകയോ അതിനു വേണ്ടി പരിഹാരം ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല സാധാരണ ആൾക്കാർ. ചിലർ മണ്ടത്തരം കൊണ്ട് ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. സാധാരണ ഒരു ജീവൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെ യാഥാർത്ഥ്യമായിട്ട് ഭവിക്കുമെന്നോ അങ്ങനെയാണ് എന്നോ ധരിക്കാറില്ല. സ്വപ്നം തുടർന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷെ സ്വപ്നത്തിൽ തന്നെ പാപം ബലമൊക്കെ അനുഭവിക്കുന്നതായിട്ട് തോന്നിയേനെ. ആ സ്വപ്നം കുറെ 2 മണിക്കൂറും കൂടെ നീണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഉണർന്നില്ലായിരുന്നെങ്കിൽ ആ സ്വപ്നത്തിൽ തന്നെ ചിലപ്പോൾ അടുത്ത പോർഷനായിട്ട് പാപപുണ്യഫലം അനുഭവിക്കുന്ന ഒരു രീതിയൊക്കെ വന്നേനെ. ഏതായാലും ഉണർന്നത് കൊണ്ട് ആ സ്വപ്നത്തിലെ പാപ പുണ്യഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. അപ്പൊ ഉണർന്നതിനാൽ എന്താ ഉണ്ടായേ? ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതിൽ നിന്ന്? സ്വപ്നത്തിലെ പാപപുണ്യങ്ങളിൽ നിന്ന്, അതിന്റെ ഫലങ്ങളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഭാഗം. ഉണർന്നതിനാൽ സ്വതന്ത്രനായി. സ്വപ്നത്തിൽ വിഷമിച്ചുകൊണ്ട്, പല രീതിയിൽ വിഷമിച്ചുകൊണ്ട്, പുണ്യങ്ങളും പാപങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അതിന്റെ ഫലമൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴും ഉണർന്നു. ആ ഉണരൽ, അതിനാൽ അയാൾ സ്വതന്ത്രനായി. ഏതിൽ നിന്ന്? സ്വപ്നത്തിലെ കർമ്മങ്ങളിൽ നിന്ന്. സ്വപ്നം കണ്ട ആള് വേറെ, ഉണർന്ന ആള് വേറെ. വേറെ എന്ന് പറഞ്ഞാൽ ഈ ബോഡി ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുതേ. 2 തലത്തിലാണ്. സ്വപ്നം കണ്ട ആൾ വേറെ, ഉണർന്ന ആൾ വേറെ. ശരിക്കും സ്വപ്നത്തിൽ ഒരാളുണ്ടോ? ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലാതെ ഒരാൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ സ്വപ്നത്തില്? പറ്റില്ല. നമ്മളിങ്ങനെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതൊരാളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സ്വപ്നത്തിൽ കണ്ട ആൾ ഇതേ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ സ്വപ്നകർമ്മവത് പ്രബോധ, സ്വപ്നത്തിലെ കർമ്മം ഉണർന്നവന് എന്നതുപോലെ പാപപുണ്യം എപ്പോഴും കർത്താവിനെ ചേർന്നിരിക്കുന്നു. പാപപുണ്യങ്ങൾ എപ്പോഴും ആരെ ചേർന്നിരിക്കും? കർമ്മം ചെയ്യുന്ന ആളെ. അയാളുടെ പേരാണ് കർത്താവ്. പാപപുണ്യങ്ങൾ എപ്പോഴും കർത്താവിനെ ചേർന്നിരിക്കും, അല്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പാപപുണ്യം നമ്മളല്ലേ. അപ്പൊ നമ്മളാണ് കർത്താവ്, നമ്മൾ ചെയ്ത ആളാണ്. അപ്പോ ശരിക്കും കർത്താവ് ആരാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരമാണ് കർത്താവ്. സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം, ഞാൻ ചെയ്തു എന്ന തോന്നൽ, അതാണ് കർത്താവായിട്ട് വരുന്നത്. ഞാൻ ചെയ്തു, ഞാൻ ചെയ്തു, ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഞാനാണിത് ചെയ്തത്, ഞാനാണ് അങ്ങോട്ട് പോയത്, ഞാനാണ് കണ്ടത്, ഞാനാണ് ഇത്രയും ബുദ്ധിമുട്ടിയത്, ഞാനാണ് സമ്പാദിച്ചത്, എല്ലാം ഞാൻ 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 ഞാൻ. അഹങ്കാരം നമ്മൾ വിചാരിക്കുന്ന അഹങ്കാരമല്ല, ശരീരത്തെ ചേർത്ത് പിടിച്ച് ഞാൻ എന്ന് പറയുന്ന അഭാവം. ഈ അഹങ്കാരത്തെ നീക്കിയാൽ അതിനെ ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളും നീങ്ങും. അഹങ്കാരം കൊണ്ടാണ് നമ്മൾ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാപപുണ്യങ്ങളെ വീണ്ടും വലിച്ചു കയറ്റുന്നത്. അപ്പോ ആ അഹങ്കാരത്തെ നീക്കിയാൽ എന്തുണ്ടാവും? അതിനെ ചേർന്ന് വരുന്ന ഫലങ്ങളും പാപപുണ്യ ഫലങ്ങളും വിട്ടുപോകും, നമ്മളെ വിട്ടുപോകും. അഹങ്കാരമേ നമ്മളെ വിട്ടുപോയാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മഫലങ്ങളും നമ്മളെ വിട്ടുപോകും, വരില്ല. ഇതുപോലെ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നത്തിലെ കർമ്മത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കാറില്ലല്ലോ. കർത്തൃത്വം ഏറ്റെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
അഹങ്കാരമില്ലാതെ കർമ്മം ചെയ്യുക. ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും ഞാൻ ചെയ്യുന്നു, എന്റെ ഫലം എനിക്ക്, ഇങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇല്ലാതിരിക്കുക. ഈ ശരീരം കിട്ടിയിരിക്കുന്നു, കഴിഞ്ഞ ജന്മങ്ങളിലെ പ്രാരബ്ധം അനുസരിച്ച് ശരീരം കിട്ടിയിരിക്കുന്നു, ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തീർക്കുന്നു. ഈ ശരീരം പോകുന്നവരെ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് പുതിയ ആഗ്രഹങ്ങളില്ല, ഇനിയൊന്നും നേടേണ്ടതായിട്ടില്ല, എല്ലാം സമദർശിത്വം വന്നു, അങ്ങനെ ജീവൻ മുക്തനായിരിക്കുന്നു. ആ ജീവൻ മുക്തനായിരിക്കുന്ന ആൾക്ക് എന്തുണ്ടാവും? സ്വപ്നത്തെ എങ്ങനെയാണോ കർമ്മങ്ങൾ കണ്ടിട്ട് ഉണരുമ്പോ അതിന്റെ കർമ്മഫലങ്ങൾ ഉണർന്ന് ഇരിക്കുന്ന നമ്മെ ബാധിക്കാതിരിക്കുന്നേ, അതുപോലെ സ്വതന്ത്രനായി വന്ന ആൾക്ക്, ഏതിൽ നിന്ന് സ്വതന്ത്രനായി? പ്രാരബ്ധ കർമ്മങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ജ്ഞാനം വന്ന ഒരാൾക്ക്, ജ്ഞാനം വരിക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനാവുക, പൂർണ്ണ തൃപ്തനാകുക എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചേ. അങ്ങനെ വന്ന ആൾക്ക് മുൻജന്മങ്ങളിലെ കൂട്ടിവെച്ചിരിക്കുന്ന പർവ്വതം പോലെയുള്ള സഞ്ചിത കർമ്മം ഈ ജ്ഞാനാഗ്നിയിൽ ദഹിച്ചു പോകും. കാരണം അഹങ്കാരമില്ലാത്തത് കൊണ്ട് അത് ഇയാളെ ബാധിക്കുന്നില്ല. അഹങ്കാരമില്ലാത്ത ആളെ എങ്ങനെ കർമ്മഫലം ബാധിക്കാൻ സാധിക്കുക? എല്ലാം ഈശ്വരന് സമർപ്പിച്ചിരിക്കുന്ന ഒരാളെ ഒരിക്കലും കർമ്മങ്ങളുടെ ഫലങ്ങൾക്ക് പിടിക്കാൻ സാധിക്കില്ല. അപ്പോ അഹങ്കാരത്തെ ചേർന്നാണ് സർവ പാപ പുണ്യഫലങ്ങളും ഇരിക്കുന്നത്. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞത്, ചുവന്ന തുണി കത്തിച്ചാൽ ചുവപ്പും പോകും, തുണിയും പോകും, ഇല്ലേ? ഒരു ചുവന്ന തുണിയെ കത്തിക്കുക, അവിടെ ചുവന്ന നിറം ബാക്കി ഉണ്ടാവുമോ? ഇല്ല. തുണി ബാക്കി ഉണ്ടാവുമോ? ഇല്ല. രണ്ടും നശിക്കും. അതുപോലെ അഹങ്കാരത്തെ ചേർന്നാണ് സർവ പാപപുണ്യങ്ങളും ഇരിക്കുന്നത്. അഹങ്കാരത്തെ നീക്കിയാൽ കർത്താവില്ലാത്ത കർമ്മം നശിക്കും. അഹങ്കാരത്തെ നീക്കിയ പിന്നെ ഇവിടെ കർത്താവില്ലല്ലോ. അപ്പൊ കർത്താവില്ലാതെ കർമ്മം നശിക്കും. ഇനി ആ ജ്ഞാനി എന്താ ചെയ്യുന്നത്? ജ്ഞാനി നമ്മൾ പഠിച്ചല്ലോ, അഹങ്കാരത്തെ നീക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ജ്ഞാനി എന്താ ചെയ്യുന്നത്? അഹങ്കാരം നീക്കുന്നത് എന്റേതല്ല, എല്ലാം ഈശ്വരൻ്റെതാണ്, എനിക്ക് ഉപയോഗിക്കാൻ തന്നത് മാത്രമാണ് ഈ കാണുന്നതെല്ലാം, ഈ ശരീരവും അതാണ്, പ്രാരബ്ധം അനുഭവിക്കാനായിട്ട് കിട്ടിയതാണ്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ആത്മാ സർവവ്യാപിയാണ്, ആത്മാ പരമാത്മാംശം തന്നെയാണ്, ആത്മാ വേറെ പരമാത്മാ അറിയില്ല, ജീവബ്രഹ്മ ഐക്യം നമ്മൾ പഠിച്ചു. ഈ ജീവൻ എന്നാൽ ഈശ്വരൻ തന്നെ. ഞാൻ എന്ന ആ അഹങ്കാരത്തെ മാറ്റിയാൽ ഈശ്വരൻ തന്നെ എന്ന തിരിച്ചറിവ് ഉണ്ടാകും. അപ്പോൾ സർവപാപ പുണ്യങ്ങളും നശിച്ചു പോകും. ഏത്? സഞ്ചിതമായിട്ടിരിക്കുന്നത്. അപ്പൊ അഹങ്കാരത്തെ ചേർത്താണ് സർവപാപ പുണ്യങ്ങളും ഇരിക്കുന്നത്. അഹങ്കാരം നീക്കിയാൽ കർത്താവില്ലാത്ത കർമ്മം നശിച്ചു പോകും. ജ്ഞാനി അഹങ്കാരത്തെ നീക്കുന്നു. അതിനാൽ കർത്താവില്ലാതെ കർമ്മഫലവും നശിക്കുന്നു. സ്വപ്നത്തിലെ കർമ്മം ചെയ്യുന്ന ആൾ തൈജസൻ എന്നാണ് പേര്. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. തൈജസൻ, വിശ്വനൊക്കെ നമ്മൾ പഠിച്ചു. ആത്മാവിന്റെ ഓരോ നിലകളെ കുറിച്ച് പഠിച്ചു. അത് ഏതുമായിട്ട് ശരീരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, മനസ്സായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അത് പഴയതാണ്. സ്വപ്നത്തിലെ കർമ്മം ചെയ്യുന്ന ആളുടെ പേരാണ് തൈജസൻ. അതാണ് ശാസ്ത്രം പറയുന്നത്. സ്വപ്നത്തില് നമ്മൾ സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ പേര് തൈജസൻ. ഉണർന്നു വരുമ്പോൾ നമ്മൾ വിശ്വൻ. സ്വപ്നം കാണുമ്പോൾ നമ്മൾ തൈജസൻ, ഉണർന്നു വരുമ്പോൾ നമ്മൾ വിശ്വൻ. തൈജസന്റെ പാപപുണ്യം വിശ്വന് വരില്ല. രണ്ട് പേരാ. തൈജസന്റെ പാപപുണ്യം വിശ്വന് വരില്ല. സ്വപ്നത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ പേര് തൈജസൻ. അപ്പൊ തൈജസന്റെ കർമ്മം വിശ്വനെ ബാധിക്കുകയില്ല. ഞാൻ ബ്രഹ്മം എന്ന ജ്ഞാനത്തിനാൽ എത്രയോ ജന്മങ്ങളായി ചേർത്ത് വെച്ച സഞ്ചിത കർമ്മം നശിച്ചു പോകുന്നു. ഞാൻ ബ്രഹ്മം എന്ന ജ്ഞാനത്തിനാൽ എത്രയോ ജന്മങ്ങളായി ചേർത്ത് വെച്ച സഞ്ചിത കർമ്മം നശിക്കുന്നു. ആ ശ്ലോകം എന്താണ് പറയുന്നത്? അഹം ബ്രഹ്മേതി വിജ്ഞാനാ, ഞാൻ സ്വയം ബ്രഹ്മം എന്ന് തിരിച്ചറിഞ്ഞാൽ കൽപ്പകോടി ശതാബ്ജിതം സഞ്ചിതം വിലയം യാതി, എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ ജന്മങ്ങൾ എടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന വലിയ പർവ്വതം പോലെയുള്ള സഞ്ചിത കർമ്മം വിലയം യാതി, നശിച്ചു പോകുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ പ്രബോധാത് സ്വപ്നകർമ്മപത്, സ്വപ്നത്തിൽ
കണ്ട സ്വപ്നത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഉണർന്നു കഴിയുമ്പോൾ എങ്ങനെ ഇല്ലാതെയാകുന്നുവോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ലയോ, അതുപോലെ ആണ് ജ്ഞാനിക്ക് സഞ്ചിത കർമ്മങ്ങൾ പിന്നീട് അനുഭവപ്പെടുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ബോധറേഷനും ഇല്ല. കാരണം ഞാൻ ചെയ്തു എന്നുള്ളൊരു അഹങ്കാരം വരുമ്പോഴാണ് കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ജ്ഞാനിയായി കഴിയുമ്പോൾ ഞാൻ എന്നുള്ള അഹങ്കാരം അവിടെ നിന്ന് മാറി എല്ലാം സർവേശ്വരൻ്റേത് എന്നുള്ള ഭാവം വന്ന് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും അതിൻ്റെതായ ഫലം അനുഭവിക്കേണ്ടി വരില്ല. മാത്രമല്ല സഞ്ചിത കർമ്മം അഹങ്കാരം കൊണ്ട് ചേർത്ത് വെച്ചതാണ്. അഹങ്കാരമില്ലാത്ത ഒരു ജീവനെ ആ സഞ്ചിത കർമ്മത്തിന് വീണ്ടും ശരീരമെടുക്കുവാനായിട്ട് നിർബന്ധിക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മളിപ്പോ സഞ്ചിത കർമ്മത്തെ കുറിച്ച് പഠിച്ചത്. ഇനി അടുത്ത ശ്ലോകത്തിലും ഇതേ സ്വപ്നകർമ്മത്തിന്റെ ഉദാഹരണം പറഞ്ഞ് വീണ്ടും ഒന്നുകൂടി ആചാര്യസ്വാമികള് ഈ സഞ്ചിത കർമ്മത്തിന്റെ കാര്യം പറയുന്നുണ്ട്. വീണ്ടും അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അടുത്ത ശ്ലോകത്തിലും ഇതേ സ്വപ്നകർമ്മ ഉദാഹരണം വെച്ച് എങ്ങനെയാണ് സഞ്ചിത കർമ്മം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ കണ്ടാകുന്നത്, നശിച്ചു പോകുന്നത് എന്ന് വീണ്ടും പറയാൻ പോകുന്നു. നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിൽ പതിയാനായിട്ട് ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ. പുതിയ കർമ്മങ്ങള് ചെയ്ത് മുന്നോട്ട് വരാതിരിക്കട്ടെ. പുതിയ കർമ്മങ്ങൾ അഡീഷണൽ ആയിട്ട് ഫലേച്ഛയോടുകൂടിയുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. പ്രതിഫലമാകാം, ഫലമാകരുത്. പ്രതിഫലം മേടിക്കാം, എല്ലാ കർമ്മത്തിനും പ്രതിഫലം മേടിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം മേടിക്കാം. അല്ലാതെ അതിന്റെ എൻഡ് റിസൾട്ട്, ഫലം, അതിനൊക്കെ നേരത്തെ നമ്മൾ കുറെ ഉദാഹരണങ്ങളൊക്കെ നോക്കിയതാണ്, പണ്ട് ധാരാളം പഠിച്ചതാണ്. ഒക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫലം ആഗ്രഹിക്കാം, ഫലം ഈശ്വരന് വിടുക, പ്രതിഫലം കൈപ്പറ്റുക. അങ്ങനെ സഞ്ചിത കർമ്മത്തിന്റെ കൂട്ടത്തില് ഇനിയും ആഗാമി കർമ്മം ചേരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുക. ബാക്കി കുറച്ചുകൂടെ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ ആ ജ്ഞാനം ഉദിച്ചു വരുമ്പോൾ സഞ്ചിത കർമ്മം കംപ്ലീറ്റ് തീർന്നു പോകും. പിന്നെ പ്രാരബ്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എങ്ങനെ അനുഭവിച്ചു തീർക്കണമെന്ന് ഇനിയുള്ള വരുന്ന ശ്ലോകങ്ങളിൽ ആചാര്യസ്വാമി പറഞ്ഞു തരും. എല്ലാവർക്കും സായിരാം. 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 സായിരാം.